ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാനും കൂടിയാണ്. ഇവന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുമ്പോ എപ്പോഴും എന്റെ മുഖം ഇങ്ങനെയാണ്, കാരണം അങ്ങനെയാണ് പോക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുവരെ ഇല്ലാത്ത മഴ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കോട്ട് എടുക്കുക. പിന്നെ ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോണ്ട് നല്ല എങ്ങനെയൊക്കെയോ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇവിടുത്തെ അമ്പലം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റം കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങോട്ടൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് എന്റെ തല നോക്കുമ്പോഴാണ് എന്റെ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കാണാൻ വന്ന ആളാണ് വെച്ചാൽ എന്തോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ചായ തന്നു. അതിന്റെ കൂടെ ഒരു മുറുക്കും കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ട് ഇതാ മെയിൻ ആള് എത്തിയിട്ടുണ്ട് കേട്ടോ. ആള് കുറച്ച് നാണക്കാരനാണ്, അതാണ് മുഖം പൊത്തിയിട്ടുള്ളത്. ഓ കണ്ടോ അതിന്റെ ഹെയർ സ്റ്റൈൽ. അങ്ങനെ തയ്ക്കാൻ കൊടുക്കൽ കഴിഞ്ഞിട്ട് ആളെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒളിച്ചിരുന്നു. പക്ഷെ സംഭവം ഞാൻ ഒളിച്ചിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പൊ എന്റെ അമ്മയുടെ മേമയാണ്. പാവം ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്യാണ്. കേരളത്തിലെ പ്രശസ്ത യൂട്യൂബർ ബബിയോടൊപ്പം രുതിൽ. നേരത്തെ ഞാൻ നാണക്കാരനാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തു. നാണൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മേമയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ അമ്മമ്മോടിക്ക് തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ ഇറങ്ങി. അപ്പൊ ഇവനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ വെച്ചിട്ടാണ്. അതാണ് അവൻ ബാഗ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. പിന്നെ ഞാൻ ഈ ഒരു കാര്യം കൂടെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഷവർമ്മ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ വേണ്ടതെല്ലാം ഓർഡർ ചെയ്തിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഷവർമ്മ, പിന്നെ അവൻ പൊറോട്ടയാണ് കഴിച്ചത്. ബിക്കോസ് അവൻ ഞങ്ങളെ കൂട്ടാതെ ഉച്ചയ്ക്ക് പോയി മന്തി തിന്നു. പിന്നെ ഞാൻ ഫുഡ് വന്നതിന് ശേഷം ക്യാമറ ഓൺ ആക്കിയതാണ്. കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഓഫ് ആക്കിയിട്ടുള്ളത്. എന്ത് ചെയ്യാൻ, ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയി. കഴിക്കല് മാത്രമല്ല, അതിന്റെ ഇടയിൽ എന്തൊക്കെയൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പെപ്സി പറഞ്ഞായിരുന്നു. അപ്പൊ അത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ഇരുന്ന് അങ്ങോട്ട് പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ നോക്കുമ്പോൾ ആ കുട്ടിയേച്ച് നിൽക്കും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ.